ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒക്ടോബർ മാസം 2022 കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ മാസം മുതൽ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിസംബർ മാസം 2022 മുതൽ നമ്മൾ പഠിച്ചു വരികയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ 2022 കറണ്ട് അഫയേഴ്സിന്റെ പ്ലേലിസ്റ്റ് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. അപ്പോൾ ക്ലാസ് കാണണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ആദ്യത്തെ പോയിന്റ്, സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏതാണ്? സേ നോ ടു ഡ്രഗ്സ് ആണ് കേട്ടോ. സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏതാണ്? സേ നോ ടു ഡ്രഗ്സ്. ഈ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സൗരവ് ഗാംഗുലിയാണ്. ആരാണ്? സൗരവ് ഗാംഗുലിയാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഓക്കെ. അപ്പൊ നമ്മുടെ ഡ്രഗ്സ് എന്നൊക്കെ പറയുമ്പോൾ, ഇനി കണക്ഷൻ വേണ്ടി പറയുന്ന കേട്ടോ, ഈ ഡ്രഗ്സ് എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഗ്യാങ് ആയിട്ടൊക്കെയാണ് ഡ്രഗ്സ് യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ, അല്ലെ? ഗ്യാങ് ആയിട്ട്. അങ്ങനെ നമുക്ക് സൗരവ് ഗാംഗുലി ഗ്യാങ് ആയിട്ട് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പൊ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏതാണ്? സേ നോ ടു ഡ്രഗ്സ്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സൗരവ് ഗാംഗുലി. അടുത്ത പോയിന്റ് നോക്കാം. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 40ാം സ്ഥാനമാണ് കേട്ടോ. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 40ആണ്. ഫസ്റ്റ് വന്നിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തേ. ഇന്നോവേഷൻ ഇൻഡെക്സ് എന്ന് പറയുമ്പോണ്ടല്ലോ, നമുക്ക് ഇന്നോവ ആലോചിക്കാം, അല്ലെ? ഇന്നോവ കാർ ആലോചിക്കാം. ഇന്നോവ കാറിന് 4 ചക്രം ഉണ്ട്, അല്ലെ? അങ്ങനെ നമുക്ക് 4 അവിടെ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ചക്രം ഇങ്ങനെ സ്റ്റെപ്പിനി ആയിട്ട് ഉണ്ടാവില്ലേ, അങ്ങനെ ആ ഒരു ചക്രത്തിന്റെ ഷേപ്പ് 0 ആയിട്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റെപ്പിനി കേട്ടോ. അപ്പൊ ഗ്ലോബൽ ഇന്നോവേഷൻ 2022 ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 40. ഫസ്റ്റ് വന്നിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പൊ ഇന്നോവ പോലെ തന്നെ ഒരു കാറല്ലേ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെ സ്വിഫ്റ്റും സ്വിറ്റ്സർലാൻഡും ആയിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യസ് ഫസ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ടു അച്ചീവ് 100% കവറേജ് ഓഫ് ബൂസ്റ്റർ ഡോസ് ഓഫ് COVID-19 വാക്സിൻ. COVID-19 വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് അതിന് 100% കവറേജ് കിട്ടിയിട്ടുള്ള ഇന്ത്യയുടെ ഫസ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ് കേട്ടോ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അപ്പൊ ആൻഡമാൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് മാൻ ആലോചിക്കാം, അല്ലെ? എല്ലാ മാനിനും ബൂസ്റ്റർ ഡോസ് കിട്ടി, 100% കവർ ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കിട്ടിയല്ലോ പോയിന്റ്സ് എല്ലാം. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ആരവല്ലി റേഞ്ചിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജംഗിൾ സഫാരി പാർക്ക് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനം അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഹരിയാനയാണ് കേട്ടോ. അപ്പൊ ആരവല്ലി റേഞ്ചിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജംഗിൾ സഫാരി പാർക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ ജംഗിൾ സഫാരി പാർക്ക്. ജംഗിൾ എന്ന് പറയുമ്പോൾ തന്നെ കാട്, അല്ലെ? അപ്പൊ കാട്ടിലെ ആനയായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഹരിയാന ആയിട്ട് അവിടെ കണക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ആനപ്പുറത്തല്ലേ നമ്മളിങ്ങനെ സവാരിക്കൊക്കെ വേണ്ടി പോകുന്നത്. അപ്പം ജംഗിൾ സഫാരി പാർക്ക് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചുള്ള സംസ്ഥാനം ഏതാണ്? ഹരിയാന. തെറ്റിക്കല്ലേ. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള ആദ്യ ഭക്ഷ്യോൽപ്പന്നം GM കടുകാണ് കേട്ടോ. ഇന്ത്യയിൽ ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള ആദ്യ ഭക്ഷ്യോൽപ്പന്നം ഏതാണ്? GM കടുക്. നമ്മൾ ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെ കടുകൊക്കെ വറുക്കും, അല്ലെ? അങ്ങനെ അതിന്റെ രൂപമൊക്കെ ഇങ്ങനെ മാറില്ലേ? അപ്പൊ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഇന്ത്യയിൽ ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള ആദ്യ ഭക്ഷ്യ ഉൽപ്പന്നം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ GM കടുകാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യൻ ആയുർവേദത്തിന് ശാസ്ത്രീയ സഹകരണം വികസിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുള്ള രാജ്യം ഏത് രാജ്യ? ജപ്പാനാണ്. ഇന്ത്യൻ ആയുർവേദത്തിന് ശാസ്ത്രീയ സഹകരണം വികസിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ചുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ജപ്പാനാണ് കേട്ടോ. അപ്പൊ ഈ ആയുർവേദം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഈ ആയുർവേദത്തിൽ നമ്മളിങ്ങനെ എണ്ണയും കുഴമ്പൊക്കെ എടുക്കുന്നത് ഒരു പാനിലാണെന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് ജപ്പാനായിട്ട് അവിടെ കണക്ട് ചെയ്യാം. അപ്പൊ ഇന്ത്യൻ ആയുർവേദത്തിന് ശാസ്ത്രീയ സഹകരണം വികസിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ചുള്ള രാജ്യം ഏതാണ്? ജപ്പാൻ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിൽ നൈറ്റ് ലൈഫ് ടൂറിസം ആരംഭിക്കുന്ന എവിടെയാണ്? കനകക്കുന്നാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്നിലാണ് കേരളത്തിൽ നൈറ്റ് ലൈഫ് ടൂറിസം. ഈ നൈറ്റിലൊക്കെ ടൂർ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കളിയാക്കാറില്ലേ? വല്ലതും കക്കാനൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനെ നൈറ്റ് ടൂർ എന്ന് പറയുമ്പോൾ ഗോൾഡുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കനകക്കുന്ന്, കനകം എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആണല്ലോ. അപ്പൊ കനകക്കുന്നാന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ നൈറ്റ് ലൈഫ് ടൂറിസം ആരംഭിക്കുന്ന എവിടെയാണ്? കനകക്കുന്ന്, തിരുവനന്തപുരം ജില്ലയിൽ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ജനന നിരക്ക് കൂടിയിട്ടുള്ള സംസ്ഥാനം ബീഹാർ ആണ് കേട്ടോ. ഇന്ത്യയിലെ ജനന നിരക്ക് കൂടിയിട്ടുള്ള സംസ്ഥാനം ബീഹാർ. ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പം ഇന്ത്യയിലെ ജനന നിരക്ക് ഏറ്റവും കൂടിയിട്ടുള്ള സംസ്ഥാനം ഭയങ്കര ഭീകരമായിട്ടുള്ള സംസ്ഥാനം എന്ന് ആലോചിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് ബീഹാർ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഏറ്റവും കുറവ് നമ്മുടെ കേരളം. ഇനി മരണനിരക്ക് ഏറ്റവും കൂടിയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡ് ആണ് മരണനിരക്ക്. അപ്പൊ മരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ചത്തു എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാലോ. അപ്പൊ അങ്ങനെ ഛത്തീസ്ഗഡ് ആണ് കേട്ടോ മരണനിരക്ക് കൂടിയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഛത്തീസ്ഗഡ്, ഏറ്റവും കുറവ് ഡൽഹി. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ജനന നിരക്ക് ഏറ്റവും കൂടിയുള്ള സംസ്ഥാനം ബീഹാർ ആണ്.
അതേസമയം മരണനിരക്ക് ഏറ്റവും കൂടിയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ്. അടുത്ത പോയിന്റ് നോക്കാം. 2022 50-ാം വാർഷികം ആഘോഷിക്കുന്ന പി വത്സലയുടെ നോവൽ ഏതാണ്? നെല്ലാണ് കേട്ടോ, നെല്ലാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2022 50-ാം വാർഷികം ആഘോഷിക്കുന്ന പി വത്സലയുടെ നോവൽ ഏതാണ്? നെല്ല്. അപ്പം പി വത്സലയ്ക്ക് 2021 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അല്ലെ? ആ പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാ കിട്ടിയിട്ടില്ലേ? സേതുവിനാണ് കിട്ടിയിട്ടില്ല അല്ലെ? ഓക്കെ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ള പി വത്സലയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളാണ് നമ്മൾ നോക്കുന്നത്. കനൽ, വേനൽ, നെല്ല്, പാളയം, ആദിജലം, തൃഷ്ണയുടെ പൂക്കൾ, അരക്കിലോ. അപ്പൊ ഇത് നമുക്ക് ചെറിയൊരു കോഡ് സെറ്റ് ആക്കാം. അതായത് ഈ കനല് പോലെ പൊള്ളുന്ന വേനലില് ഈ നെൽച്ചെടി നിൽക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. അപ്പൊ നമ്മളൊരു പാളയിൽ വെള്ളം എടുത്തിട്ട് ആദിജലം എടുത്തിട്ട് ഈ തൃഷ്ണയുടെ പൂക്കൾ കൊഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം നമ്മൾ അരിക്കലത്തിൽ കൊണ്ടുപോയിട്ട് ഇട്ടു എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ബ്രിട്ടനിൽ ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ലിസ് ട്രസ് ആണ് കേട്ടോ. ആരാണ്? ലിസ് ട്രസ്. 44 ദിവസമായിരുന്നേ. അപ്പൊ ബ്രിട്ടനിൽ ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ലിസ് ട്രസ്. ഓക്കെ, അപ്പൊ അധികം ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് കാലം പ്രധാനമന്ത്രിയായിരുന്നു എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. വെറുതെ കണക്ഷൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ട്രസ് ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ലിസ് ട്രസ് 44 ദിവസമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. സംസ്ഥാനത്ത് ആരംഭിച്ചുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏതാ? സേ നോ ടു ഡ്രഗ്സ് ആണ്. ഈ സേ നോ ടു ഡ്രഗ്സ് പ്രോഗ്രാമിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സൗരവ് ഗാംഗുലിയാണ് അല്ലെ? ഇനി ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 40-ാം റാങ്ക് ആണ്. ഫസ്റ്റ് പ്ലേസ് സ്വിറ്റ്സർലാൻഡിനാണ് അല്ലെ? ഇനി അടുത്ത എന്താ? ഇന്ത്യസ് ഫസ്റ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ടു അച്ചീവ് 100% കവറേജ് ഓഫ് ബൂസ്റ്റർ ഡോസ് ഓഫ് COVID-19 വാക്സിൻ ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ആരവല്ലി റേഞ്ചിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജംഗിൾ സഫാരി പാർക്ക് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനം ഹരിയാനയാണ് അല്ലെ? അപ്പൊ ജംഗിൾ സഫാരി, ജംഗിൾ കാട് എന്ന് പറയുമ്പോൾ ആനയായിട്ട് കണക്ട് ചെയ്യുക ഹരിയാന. ഇന്ത്യയിൽ ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള ആദ്യ ഭക്ഷ്യോൽപ്പന്നം GM കടുകാണ് അല്ലെ? GM കടുക്. ഇന്ത്യൻ ആയുർവേദത്തിന് ശാസ്ത്രീയ സഹകരണം വികസിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ചുള്ള രാജ്യം ജപ്പാനാണ്. കേരളത്തിൽ നൈറ്റ് ലൈഫ് ടൂറിസം ആരംഭിക്കുന്നത് കനകക്കുന്ന്, തിരുവനന്തപുരം ജില്ലയിൽ. ഇന്ത്യയിലെ ജനന നിരക്ക് കൂടിയിട്ടുള്ള സംസ്ഥാനം ബീഹാർ. മരണനിരക്ക് കൂടിയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ്. 2022 50-ാം വാർഷികം ആഘോഷിക്കുന്ന പി വത്സലയുടെ നോവൽ നെല്ല്. 2022 50-ാം വാർഷികം ആഘോഷിക്കുന്ന നോവലാണ് നെല്ല് കേട്ടോ. അതേസമയം പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് 2022 2021 കേട്ടോ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് സേതുവിനാണ്. ബ്രിട്ടനിൽ ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രിയായിരുന്നുള്ള വ്യക്തി ലിസ് ട്രസ് ആണ്, 44 ദിവസം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. 2022 9ാമത്തെ ലോക ആയുർവേദ കോൺഗ്രസിനും ആരോഗ്യ എക്സ്പോയ്ക്കും ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് കേട്ടോ. 2022 9ാമത്തെ ലോക ആയുർവേദ കോൺഗ്രസിനും ആരോഗ്യ എക്സ്പോയ്ക്കും ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഗോവയാണ്. അപ്പൊ നമ്മൾ പറയില്ലേ ഈ ആയുർവേദ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് പോകണം എന്നുള്ള രീതിയിൽ, എന്നുള്ള രീതിയിൽ ഗോ അല്ലെ? അപ്പൊ ആയുർവേദ ചികിത്സ ഗോവ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അടുത്ത പോയിന്റ് നോക്കാം. 2022 JCB സാഹിത്യ പുരസ്കാര ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള വല്ലി എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ഷീല ടോമിയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. 2022 JCB സാഹിത്യ പുരസ്കാര ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള വല്ലി എന്ന നോവലിന്റെ രചയിതാവ് ഷീല ടോമിയാണ് കേട്ടോ. അപ്പൊ നമുക്കിത് ജസ്റ്റ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഷീവല്ലി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തൂടെ അല്ലെ? ഓക്കെ, അപ്പൊ വല്ലി എന്ന നോവലിന്റെ രചയിതാവ് ഷീല ടോമി. അടുത്ത പോയിന്റ് നോക്കാം. മയക്കമരുന്ന് ശൃംഖല തകർക്കാൻ CBIയുടെ ഓപ്പറേഷൻ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗരുഡയാണ് കേട്ടോ. മയക്കമരുന്ന് ശൃംഖല തകർക്കാൻ CBIയുടെ ഓപ്പറേഷൻ ഏതാണ്? ഗരുഡ. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് CBI രാജ്യത്ത് പലയിടങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള റെയ്ഡ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ചക്രയാണ്. അപ്പൊ ഓപ്പറേഷൻ ചക്ര എന്ന് പറയുമ്പോൾ ഏതാ? സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായിട്ടാണ് കേട്ടോ ബന്ധപ്പെട്ടിട്ടുള്ളത്. സൈബർ സാമ്പത്തികം എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞൂടെ ചക്രമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്തൂടെ അല്ലെ? കയ്യിൽ വല്ല ചക്രം ഉണ്ടോ, കാശുണ്ടോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയാറില്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് ചക്രവുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് CBI രാജ്യത്ത് പലയിടങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള റെയ്ഡ് ഏതാണ്? ഓപ്പറേഷൻ ചക്ര. അടുത്ത പോയിന്റ്, എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ്. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ആ നാട്ടിലെ എല്ലാ പഞ്ചായത്തും കമ്പ്യൂട്ടർവൽക്കരിച്ചു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. തമിഴ്നാട്.
വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് കോഴിക്കോട് ബേപ്പൂരിൽ നിർമ്മിക്കുന്ന സ്മാരകം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആകാശമിഠായിയാണ്. ഏതാണ്? ആകാശമിഠായി. അപ്പൊ കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് കോഴിക്കോടൻ സ്വീറ്റ്സ് ഒക്കെ കണക്ട് ചെയ്യാലോ അല്ലെ? ആകാശമിഠായിയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് കോഴിക്കോട് ബേപ്പൂരിൽ നിർമ്മിക്കുന്ന സ്മാരകം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആകാശമിഠായി. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ. 2022 ഒക്ടോബറിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നാശം വിതച്ചിട്ടുള്ള കൊടുങ്കാറ്റ് ഏത് കൊടുങ്കാറ്റാ? ജൂലിയാണ് കേട്ടോ. ഏതാണ്? ജൂലിയ. 2022 ഒക്ടോബറിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നാശം വിതച്ചിട്ടുള്ള കൊടുങ്കാറ്റാണ് കേട്ടോ ജൂലിയ. ഓക്കെ, കൊടുങ്കാറ്റ് ജൂലിയാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നാശം വിതച്ചിട്ടുള്ള കൊടുങ്കാറ്റാണ് ജൂലിയ. അടുത്ത പോയിന്റ് നോക്കാം. പുരുഷ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് തുല്യ വേതനം പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. പുരുഷ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് തുല്യ വേതനം പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ആദ്യത്തെ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡ് ആണ്. അപ്പൊ ഒരു ന്യൂ രാജ്യമാണ് ആദ്യമായിട്ട് തന്നെ അത് പ്രഖ്യാപിച്ചത് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ന്യൂസിലാൻഡ് ആണ്. രണ്ടാമത്തെ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 2022 ഒക്ടോബർ മാസത്തിൽ ഒഡീഷ തീരത്ത് വീശിയിട്ടുള്ള ചുഴലിക്കാറ്റിന് സിത്രങ് എന്ന് പേര് നൽകിയിട്ടുള്ള രാജ്യം ഏത് രാജ്യ? തായ്ലാൻഡ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സിത്രങ് എന്ന് പറഞ്ഞിട്ടുള്ള ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ തായ്ലാൻഡ് ആണ്. അപ്പൊ ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ, ഈ സിത്രങ് എന്ന് പറയുമ്പോൾ സിറ്റ് എന്നുള്ള വാക്ക് എടുത്തേക്കാം കേട്ടോ. സിറ്റ് നമ്മൾ എവിടെ ഇരിക്കുന്നേ? ലാൻഡിലായിരിക്കും അല്ലെ? അപ്പൊ സിത്രങ് സിറ്റ് എവിടെയാ? ലാൻഡ്. അപ്പൊ തായ്ലാൻഡ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഒക്ടോബർ മാസം എന്നും കൂടെ നമ്മൾ ഓർത്ത് വെച്ചേക്കണം. ഒക്ടോബർ മാസം, കാരണം മാസം വർഷമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഒക്ടോബർ മാസം. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ ബേ ഓഫ് ബംഗാളും കൂടെ ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ ഞാനിതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു കോഡ് പറയാം. ഒരു ബംഗാളി ഒരു ലാൻഡിൽ ഇരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ഓർത്ത് വെച്ചേക്കണം. ഒരു ബംഗാളി. ആ ഒരു എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓ വെച്ചിട്ടുള്ള ഒക്ടോബർ ആണ് കേട്ടോ. ഒരു. അപ്പൊ ഒക്ടോബർ കിട്ടി. ഓ വെച്ചിട്ടുള്ള ഒക്ടോബർ കിട്ടി. പിന്നെ ബംഗാളി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ബേ ഓഫ് ബംഗാളിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. പിന്നെ ലാൻഡിൽ ഇരുന്നു അല്ല. അപ്പൊ ലാൻഡ് എന്ന് പറയുമ്പോൾ തായ്ലാൻഡ്, ഇരുന്നു എന്ന് പറയുമ്പോൾ സിറ്റ്. അപ്പൊ ഇതൊക്കെ കൂടെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിച്ചേക്കണേ. കാരണം എക്സാമിന് എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 2022 ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ള ശ്രീലങ്കൻ എഴുത്തുകാരൻ ആരാണ്? ഷെഹാൻ കരുണതിലകെ. ഷെഹാൻ കരുണതിലകെ കേട്ടോ. 2022 ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ള ശ്രീലങ്കൻ എഴുത്തുകാരനാണ് ഷെഹാൻ കരുണതിലകെ. ഓക്കെ, അപ്പൊ ഈ ബുക്കൊക്കെ നന്നായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് കരുണയൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. കരുണ. അപ്പൊ ഷെഹാൻ കരുണതിലകെ. അതുപോലെ തന്നെ ബുക്കൊക്കെ നമ്മൾ വായിക്കുന്നത് നൈറ്റിലാണ്, മൂണുള്ള സമയത്താണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പം പുരസ്കാരം ലഭിച്ചിട്ടുള്ള നോവൽ ഏതാണ്? ദ 7 മൂൺസ് ഓഫ് മാലി അൽമെഡയാണ് കേട്ടോ. ദ 7 മൂൺസ് ഓഫ് മാലി അൽമെഡ. ഓക്കെ, അപ്പൊ 2022 ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ള ശ്രീലങ്കൻ എഴുത്തുകാരൻ ഷെഹാൻ കരുണതിലകെ. ബുക്ക് ചോദിക്കുകയാണെങ്കിൽ, നോവൽ ചോദിക്കുകയാണെങ്കിൽ ദ 7 മൂൺസ് ഓഫ് മാലി അൽമെഡ. അടുത്ത പോയിന്റ് നോക്കാം. തെരുവിൽ കഴിയുന്ന കുട്ടികൾ ചേർന്ന് തയ്യാറാക്കുന്ന പത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാലക് നാമയാണ് കേട്ടോ. തെരുവിൽ കഴിയുന്ന കുട്ടികളാണ്. അപ്പൊ ബാലക് നാമ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. പുരുഷന്മാരെക്കാൾ കൂടുതൽ വനിതകൾക്ക് പ്രാതിനിധ്യമുള്ള പാർലമെന്റ് ഏതാണ്? ന്യൂസിലാൻഡ് ആണ് കേട്ടോ. പുരുഷന്മാരെക്കാൾ കൂടുതൽ വനിതകൾക്ക് പ്രാതിനിധ്യമുള്ള പാർലമെന്റ് ഏതാണ്? ന്യൂസിലാൻഡ്. ഒരു പുതിയൊരു ലാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെയും ന്യൂസിലാൻഡിനെ ബേസ് ചെയ്തിട്ട് ഒരു പോയിന്റ് പറഞ്ഞില്ലേ? ഓർമ്മ കിട്ടുന്നുണ്ടോ? ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിയേ. ന്യൂസിലാൻഡ് എന്തായിരുന്നു? അപ്പൊ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ എന്തായിരുന്നു എന്നുള്ളത് കേട്ടോ. അടുത്ത പോയിന്റ്. 2022 ഒക്ടോബറിൽ അന്തരിച്ചിട്ടുള്ള ഇന്ത്യയുടെ വിൻഡ് മാൻ ആണ് കേട്ടോ. വിൻഡ് മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി തുളസി താന്തിയാണ്. ഓക്കെ, 2022 ഒക്ടോബറിൽ അന്തരിച്ചിട്ടുള്ള ഇന്ത്യയുടെ വിൻഡ് മാൻ. വിൻഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തുളസിയൊക്കെ ചിലപ്പോൾ വീണു പോകും അല്ലെ? അപ്പൊ വിൻഡ് മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി തുളസി താന്തി. നെക്സ്റ്റ്. കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രശ്നങ്ങളെ ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെ നേരിടാൻ ഇന്ത്യ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് മിഷൻ ലൈഫ് പദ്ധതി. പഠിച്ചു വെച്ചേക്കുക. കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രശ്നങ്ങളെ ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെ നേരിടാൻ ഇന്ത്യ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? മിഷൻ ലൈഫ് പദ്ധതിയാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ORSന്റെ പിതാവായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ ദിലീപ് മഹലനോബിസ് ആണ് കേട്ടോ. ഡോക്ടർ ദിലീപ് മഹലനോബിസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ORS ഒക്കെ കൊടുക്കുന്ന എപ്പോഴായിരിക്കും? ഈ മഹാരോഗങ്ങളൊക്കെ വരുമ്പോഴല്ലേ? അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മഹലനോബിസ് ആണ് ഡോക്ടർ ദിലീപ് മഹലനോബിസ്. ഓക്കെ, അപ്പൊ പോയിന്റ്സ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. 2022 9ാമത്തെ ലോക ആയുർവേദ കോൺഗ്രസിനും ആരോഗ്യ എക്സ്പോയ്ക്കും ആതിഥ്യം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവ. 2022 JCB സാഹിത്യ പുരസ്കാര ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള വല്ലി എന്ന നോവലിന്റെ രചയിതാവ് വല്ലി ഷീല ടോമി. മയക്കമരുന്ന് ശൃംഖല തകർക്കാൻ CBIയുടെ ഓപ്പറേഷൻ ഗരുഡയാണ്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് CBI രാജ്യത്ത് പലയിടങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള റെയ്ഡ്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അല്ലെ? ഓപ്പറേഷൻ ചക്ര.
എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് കോഴിക്കോട് ബേപ്പൂരിൽ നിർമ്മിക്കുന്ന സ്മാരകം ആകാശമിട്ടായി. 2022 ഒക്ടോബർ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നാശം വിതച്ചിട്ടുള്ള കൊടുങ്കാറ്റ് ജൂലിയ. പുരുഷ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് തുല്യ വേതനം പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. ആദ്യത്തെ രാജ്യം ന്യൂസിലാൻഡ്. 2022 ഒക്ടോബർ ഒഡീഷ തീരത്ത് വീശിയിട്ടുള്ള ചുഴലിക്കാറ്റിന് സിത്രങ് എന്ന് പേര് നൽകിയിട്ടുള്ള രാജ്യം തായ്ലാന്റ് ആണ്. 2022 ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ള ശ്രീലങ്കൻ എഴുത്തുകാരൻ ആരാ? ഷെഹാൻ കരുണതിലകെ. പുരസ്കാരം ലഭിച്ചിട്ടുള്ള നോവൽ ദ സെവൻത് മൂൺ ഓഫ് മാലി അൽമയുടെ. തെരുവിൽ കഴിയുന്ന കുട്ടികൾ ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള പത്രം ഏതാണ്? ബാലക്നാമ. പുരുഷരേക്കാൾ കൂടുതൽ വനിതകൾക്ക് പ്രാതിനിധ്യമുള്ള പാർലമെന്റ് ന്യൂസിലാൻഡ്. 2022 ഒക്ടോബറിൽ അന്തരിച്ചിട്ടുള്ള ഇന്ത്യയുടെ വിൻഡ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി തുളസി താന്തി. കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രശ്നങ്ങളെ ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെ നേരിടാൻ ഇന്ത്യ ആരംഭിച്ചിട്ടുള്ള പദ്ധതി മിഷൻ ലൈഫ് പദ്ധതി. ORSന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ ദിലീപ് മഹലനോബിസ്. ഈ അടുത്ത് അന്തരിച്ചിരുന്നു കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയാണ് കേട്ടോ. ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലോണി. ഓക്കെ, അപ്പൊ ഇറ്റലി എന്ന് പറയുമ്പോൾ ഞാൻ ഇഡലിയാണ് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇഡലിയൊക്കെ കഴിച്ചില്ലെങ്കിൽ നമ്മൾ മെലിഞ്ഞു പോകും എന്നുള്ള രീതിയിൽ ഓർത്തേക്കാണ്. മെലോണി. ഓക്കെ, ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. അടുത്ത പോയിന്റ് നോക്കാം. സമ്പൂർണ്ണ ഡിജിറ്റൽ വിലാസം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സ്മാർട്ട് സിറ്റി ഏതാണ്? ഇൻഡോർ ആണ് കേട്ടോ. സമ്പൂർണ്ണ ഡിജിറ്റൽ വിലാസം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സ്മാർട്ട് സിറ്റി ഏതാണ്? ഇൻഡോർ ആണ്. ഓക്കെ, ഇൻഡോർ. അപ്പൊ നമുക്കറിയാം ഇൻഡോർ എന്ന് പറയുന്ന ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സിറ്റിയാണ് അല്ലെ. ക്ലീൻ ആയിട്ടുള്ള സിറ്റിയാണ്. അപ്പൊ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള നമ്മുടെ വീടിന്റെ അകത്താണ്, ഇൻഡോർ ആണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു വെച്ചേക്കാം, സമ്പൂർണ്ണ ഡിജിറ്റൽ വിലാസം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സ്മാർട്ട് സിറ്റിയും ഇൻഡോർ തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ. 2023 നടക്കാൻ പോകുന്ന 17ാമത്തെ പ്രവാസി ഭാരതീയ ദിവസിന് വേദിയാകുന്ന മധ്യപ്രദേശിലെ നഗരമാണ് ഇൻഡോർ. ഓക്കെ, അപ്പൊ മധ്യപ്രദേശിലെ നഗരമാണ് ഇൻഡോർ. അതുപോലെ തന്നെ പ്രവാസി ഭാരതീയ ദിവസത്തിന് വേദിയാകുന്ന നഗരം ചോദിക്കുകയാണെങ്കിൽ ഇൻഡോർ ആണ്. ഓക്കെ, വളരെ ക്ലീൻ ആയതുകൊണ്ട് തന്നെ അവിടെയാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇൻഡോർ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? എത്ര സ്ഥാനമാണ്? 107 ആണ് കേട്ടോ. ആഗോള വിശപ്പ് സൂചികയിൽ വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 107 ആണ്. അപ്പൊ വിശപ്പിന് മുമ്പ് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കണേന്ന് വിചാരിക്കുക കേട്ടോ. നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. വിശപ്പ് വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? നമുക്കിങ്ങനെ വയ്യാണ്ടായിട്ട് ഇങ്ങനെ വളയും എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഇങ്ങനെ 7 പോലെ ആവുന്ന ആലോചിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ 107 എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 107 ആണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലാദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് ഏതാ? തോന്നയ്ക്കലാണ്. കേരളത്തിലാദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ തോന്നയ്ക്കലാണ് കേട്ടോ. അപ്പൊ ഈ ലൈഫ് സയൻസ് പാർക്ക് ഒക്കെ നമ്മുടെ ഒരു തോന്നലാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കേരളത്തിലാദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് ഏതാണ്? തോന്നയ്ക്കൽ. 2022 ദേശാഭിമാനി പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാ? അടൂർ ഗോപാലകൃഷ്ണൻ ആണ്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയെ പരിഗണിച്ചിട്ടാണ് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ. 2022 ദേശാഭിമാനി. അപ്പൊ ദേശം എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ഥലം അല്ലെ. അപ്പൊ സ്ഥലപ്പേര് വെച്ചിട്ടുള്ള പേര് തന്നെയാണ് കേട്ടോ. അടൂർ ഗോപാലകൃഷ്ണൻ. ദേശം എന്ന് പറയുമ്പോൾ അടൂർ ആലോചിക്കാം. 2022 ദേശാഭിമാനി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണൻ. അടുത്ത പോയിന്റ് നോക്കാം. പഞ്ചസാര ഉൽപാദനത്തിൽ ബ്രസീലിനെ പിന്തള്ളി ലോകത്ത് ഒന്നാമതെത്തിയിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് കേട്ടോ. പഞ്ചസാര ഉൽപാദനത്തിൽ ബ്രസീലിനെ പിന്തള്ളി ലോകത്തിൽ ഒന്നാമതെത്തിയിട്ടുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ ആണെന്നുള്ളത് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, 2ാം സ്ഥാനം ബ്രസീൽ. അടുത്ത പോയിന്റ്. ഇന്ത്യയിൽ 5G സേവനങ്ങൾ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത് എന്നാണ്? 2022 ഒക്ടോബർ 1 കേട്ടോ. ഇന്ത്യയിൽ 5G സേവനങ്ങൾ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത് എന്നാണ്? 2022 ഒക്ടോബർ 1. 2022 മികച്ച ഫുട്ബോൾ താരത്തിന് നൽകുന്ന ബാലൻഡിയോർ പുരസ്കാര ജേതാക്കൾ ആരൊക്കെ നമുക്ക് നോക്കാം. 2022 കേട്ടോ. പുരുഷ താരം കരീം ബെൻസമയാണ്. ആരാണ്? കരീം ബെൻസമ. ഫ്രഞ്ച് താരമാണ് കേട്ടോ. അപ്പം ബാലൻഡിയോർ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ബെൻസിലൊക്കെയാണ് വന്ന് ഇറങ്ങിയെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. ബെൻസ് കാറൊക്കെ ഉണ്ട്. ബെൻസമ പുരുഷ താരം കരീം ബെൻസമ. ഓക്കെ, ബ്ലാക്ക് കളറിലെ ബെൻസ് ആണെന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. കരിയല്ല, അപ്പൊ കരീം ബെൻസമ. അതുപോലെ തന്നെ വനിതാ താരം ചോദിക്കുകയാണെങ്കിൽ അലക്സിയ പുറ്റ്ലസ് ആണ് ഒരു വിധപ്പെട്ട എല്ലാതും ഇപ്പൊ കിട്ടുന്നത് അല്ലെ. അപ്പൊ 2022 മികച്ച ഫുട്ബോൾ താരത്തിന് നൽകുന്ന ബാലൻഡിയോർ പുരസ്കാര ജേതാക്കള് പുരുഷ താരം ചോദിക്കുകയാണെങ്കിൽ കരീം ബെൻസമ. അതുപോലെ തന്നെ വനിതാ താരം ചോദിക്കുകയാണെങ്കിൽ അലക്സിയ പുറ്റ്ലാസ് കേട്ടോ. സ്പാനിഷ് താരമാണ് അലക്സിയ പുറ്റ്ലാസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഒക്ടോബർ മാസത്തിലത്തെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒക്ടോബർ മാസത്തിലത്തെ ഒരു വീഡിയോ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.